അത് അവരുടെ പാർട്ടിയുടെ ആൾക്കാർ തന്നെയാണ് അവരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതുകൊണ്ടാണ് അവരുടെ അത്രയും കെട്ടുറപ്പുള്ളവരാ പാർട്ടിക്ക്. ഇവിടെ രാഷ്ട്രീയക്കാരല്ലേ, അവർ പല കളികൾ കളിക്കും. അതങ്ങനെ പറയുള്ളല്ലോ, എന്നോണേ പറയുള്ളൂ, നേര് പറയില്ലല്ലോ. പറഞ്ഞ ആൾ മരിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ എന്താ ഇനി അടുത്തത് എന്താണെന്ന് പറയാൻ പറ്റില്ല. കായികമായി രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടുക എന്നുള്ളത് ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നേതൃത്വം പരസ്യമായി തള്ളിപ്പറഞ്ഞ 2 പ്രവർത്തകരുടെ പേരിൽ CPM രക്തസാക്ഷി സ്മാരകം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി MV ജയരാജന് മരിച്ച 2 പേർ രക്തസാക്ഷികളായി. അന്ന് ഒരു നയം, ഇന്ന് മറ്റൊരു നയം. ഈ നയം മാറ്റം CPMന് പ്രതിരോധത്തിലാക്കുമോ? സത്യത്തിൽ കണ്ണൂരിനെ കുരുതിക്കളമാക്കുന്നത് ആരാണ്? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ആദ്യത്തെ CPMന്റെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് പറഞ്ഞത് നമ്മുടെ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ആളുകളാണെന്ന്. പുതിയ സെക്രട്ടറി വന്നപ്പോൾ പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ അടുത്തിടെയും ഒരാൾ മരിച്ചായിരുന്നില്ല. ഇനി അടുത്ത പാർട്ടി സെക്രട്ടറി വരുമ്പോൾ പറയും, ഇപ്പോൾ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞായിരുന്നില്ല ഞങ്ങൾക്ക് ഇതിനകത്തൊരു ബന്ധമില്ലെന്ന്. അപ്പോൾ CPMന്റെ അടുത്ത പാർട്ടി സെക്രട്ടറി വരുമ്പോൾ പറയും അവർക്കും ഒരു രക്തസാക്ഷി മണ്ഡപം നമ്മൾ പണം കൊടുത്തേക്കാന്ന്. രാഷ്ട്രീയക്കാരല്ലേ, അവർ പല കളികൾ കളിക്കും. എന്തും ആണല്ലോ, നമ്മളെപ്പോലുള്ളവരെ എങ്ങനെ വഴിയാതാരായിട്ട് നടക്കുന്നേ. പാർട്ടിയെ സ്നേഹിച്ച് നടക്കുന്നവർക്കൊക്കെ എന്തും ആവാം, അവർക്ക് എന്തും കിട്ടും, എന്ത് ആനുകൂല്യങ്ങളും കിട്ടും, എന്ത് ജോലിയും കിട്ടും. ഓരോരുത്തർക്ക് വായി തോന്നിയത് വിളിച്ചു പോവാം. പാർട്ടി സംരക്ഷിക്കുന്ന ഗുണ്ടകൾ തന്നെ ഇരിക്കും. അത് തന്നെ, അല്ലാണ്ട് പിന്നെ അവർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപമൊക്കെ പണം കൊടുക്കുമോ? അത് അവരുടെ പാർട്ടിയുടെ ആൾക്കാർ തന്നെയാണ് അവരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതുകൊണ്ടാണ് അവരുടെ അത്രയും കെട്ടുറപ്പുള്ളവരാ പാർട്ടിക്ക്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാദ്യം ഏത് സംഭവങ്ങൾ എടുത്ത് നോക്കിയാലും ഈ പറഞ്ഞ അവസ്ഥയിൽ തന്നെ ആദ്യം എടുത്ത് കളയുവർ പിന്നീട് അത് സ്വീകരിക്കുന്നുണ്ട് ഈ നീട്ടി. കാരണം അവർ നേരത്തെ പിടിക്കുന്നുള്ളത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പാർട്ടിയുടെ ഒരു സ്വഭാവം തന്നെയാണ്. മറ്റുള്ള ഇപ്പോൾ കോൺഗ്രസിനോ അല്ലെങ്കിൽ BJPക്ക് കൂടെ അത്രയും കെട്ടുറപ്പൊന്നുമില്ല. BJPക്ക് ഉണ്ട് ഇല്ല എന്നൊന്നുമില്ല. പക്ഷേ അവരുടെ പാർട്ടിയുടെ അവരുടേതായ അണികളെ എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലും അവർ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ എല്ലാവരും നിൽക്കുന്നത്. മനസ്സിലായി? അത് ആഗ്രഹിക്കാത്ത ജനങ്ങളാണ് വേറിട്ട് പറയും സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ പണിയെടുത്ത് അതുകൊണ്ട് ജീവിക്കുന്നു. നമ്മൾ രാഷ്ട്രീയം നോക്കുന്നില്ല. പിന്നെ നമ്മൾക്ക് വിശ്വാസമുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളും കമ്മ്യൂണിസത്തേക്ക് ഇഷ്ടപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഓരോ വ്യക്തിയുടെ പ്രവർത്തനം കണ്ടല്ലേ. ഇപ്പം നമ്മുടെ അയൽവക്കത്തുള്ള വ്യക്തികളുടെ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം കണ്ടിട്ടായിരിക്കും നമ്മൾ കൂടുതലും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മളോടൊരു നെഗറ്റീവായ സമീപനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വതവേ പാർട്ടിയോട് നമുക്ക് ആർക്കായാലും വെറുപ്പ് തോന്നില്ലേ. ഇപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയക്കാർ പല രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കായികമായി രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടുക എന്നുള്ളത്. ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതാണ് അതങ്ങനെ പറയുള്ളല്ലോ, എന്നോണേ പറയുള്ളല്ലോ, നേര് പറയില്ലല്ലോ. ഇനി പിന്നെ സംഭവം കേരളത്തിൽ നിത്യം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ ഇതിപ്പോൾ ഇത് ആദ്യമായിട്ടല്ലല്ലോ. ഇനി അവരെ രക്തസാക്ഷിയാക്കി മാറ്റുമായിരിക്കും. മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ അത് അവർ വലിയൊരു കാര്യമാണെന്നാണ് അവരുടെ വിചാരം. എല്ലാം മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളെ നിലനിർത്തുന്നില്ല അതാണ് അവരെ കുറ്റം പറയണതല്ല. പഴയ പാർട്ടിയും ഇപ്പോഴുള്ള പാർട്ടിയായിട്ടുള്ള വ്യത്യാസമുണ്ട്. അത് പറഞ്ഞ ആൾ മരിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ എന്താ അടുത്തത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇവർ രക്തസാക്ഷിയായിട്ടുള്ള ആൾക്കാർ പിന്നെ ഇപ്പോൾ അത് മാപ്പുസാക്ഷിയാന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നടക്കുക? അതെല്ലാം പോലീസ് കണ്ടുപിടിക്കട്ടെ. ജനങ്ങൾക്കറിയാമല്ലോ ആരെ തെറ്റ് ചെയ്തതെന്നുള്ളത്.